എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആരിഫ് ഹുസൈൻ തിരുവത്താണ് കൂടെയുള്ളത്. ആരിഫ്, നമസ്കാരം. നമസ്കാരം. വിവാദ പരാമർശങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ. കഴിഞ്ഞ ദിവസവും ഇതിനു മുൻപുമൊക്കെ സമാനമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. കേരളത്തിൽ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുകയാണെന്നും ഒരു സാമുദായികമായ ഒരു ഇക്വാലിറ്റി, അതിന്റെ ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കേരളത്തിൽ കാന്തപുരം എന്ത് കുന്തം പറഞ്ഞാലും അത് ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമുക്ക് വലിയ ആക്ഷേപങ്ങൾ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല രീതിയിൽ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൊരു വർഗീയ സ്വഭാവമുണ്ട് എന്നതാണ് പ്രധാന വിമർശനം. എന്താണ് ആരിഫ് ഹുസൈന്റെ അഭിപ്രായം? നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പോൾ നടേശൻ പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുക എന്നുള്ളതല്ല നമ്മളുടെ ആവശ്യം. നമ്മളുടെ ആവശ്യം ആ പറഞ്ഞത് എന്താണ്, ഈ പറയുന്ന രീതിയിൽ വർഗീയ പരാമർശം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എത്രമാത്രം കഴമ്പുണ്ട്, ഇത് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ശ്രമം. അപ്പോൾ ഇതിലിപ്പോൾ ഒന്നാമതായിക്കൊണ്ട് ഇതിനെ പറയുന്നത് തന്നെ വർഗീയ പരാമർശം എന്നാണ് പറയുന്നത്. ഈ ഒരു പരാമർശം നടത്തുമ്പോഴേക്കും അത് വർഗീയമാണ് എന്ന് വരുന്നത് എങ്ങനെയാണ്? ഒരു മതവിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഉടനെ വർഗീയമാകും എന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പോസ്റ്റർ ഇവിടെ വലിയ തോതിൽ പ്രചരിച്ചത്, ഇവിടെ നടക്കുന്നത് ജനാധിപത്യമല്ല മതാധിപത്യമാണ് എന്ന് പറയുന്ന ഒരു പരാമർശം. ഒന്നത്. രണ്ട്, മുസ്ലിം ജനസംഖ്യ വളരെയധികം കൂടുന്നു ഈ എന്നുള്ള ധ്വനി വരുന്ന രീതിയിലുള്ള ഒരു പരാമർശം. ഈ രണ്ട് സംഗതിയാണ് ഇവിടെ പ്രധാനമായിട്ട് എടുത്തു വെച്ചുകൊണ്ട് അതിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ വെച്ച് ഇവിടെ വർഗീയ പരാമർശം എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത് ജനാധിപത്യമല്ല മതാധിപത്യമാണ് എന്ന് പറയുമ്പോൾ അത് വർഗീയമാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതേ സ്റ്റേറ്റ്മെൻറ്റ് BJPയെ കുറിച്ച് മറ്റുള്ള ആളുകൾ പറയുന്നു. എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് മതാധിപത്യമാണ് എന്ന് ആ ഒരു ഭരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ തുല്യമായ അവകാശം ഇപ്പുറത്തുള്ള ആളുകൾ ചെയ്യുന്ന പ്രീണന രാഷ്ട്രീയം കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള അവകാശം ഇവർക്കുണ്ട്. ഇനി ഇവിടെ ഇത് പറയുമ്പോൾ ഇതിന് വെറുതെ ആകാശത്ത് നോക്കി വെടിവെക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ പ്രീണന രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയാണല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നും എടുത്തു നോക്കുക. ഏതെങ്കിലും വിധേന ഒരു സമൂഹത്തിൽ ഗുണമുണ്ടാകുന്ന ഒരു വിഷയം നമ്മളൊന്ന് പറയുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് വരുമ്പോൾ അതിനകത്ത് മറ്റൊരു മതവിഭാഗത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ഒരു 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 പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അത് തിരുത്തണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഗതി, അതൊരു ആവശ്യമെന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതൊരു തീട്ടൂരമായിട്ട് മാറുന്നതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. അത് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഒരു വലിയ സമുദായമാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പച്ചയ്ക്ക് ഈ സമസ്തയുടെയൊക്കെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഞങ്ങളൊരു വലിയ സമുദായമാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങളും വലിയ ഒരു സമുദായം തന്നെയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഇപ്പോൾ സൂംബ വിവാദം ഇവിടെ വരുന്നു, അല്ലെങ്കിൽ സ്കൂളിലെ സമയപരിഷ്കരണം വരുന്നു, പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള അനാവശ്യ ചർച്ചകൾ ഇവിടെ നമ്മൾ കണ്ടതാണ്, ജെൻഡർ ന്യൂട്രാലിറ്റി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, കുടുംബശ്രീയുടെ ഒരു ഓത്ത് അവിടെ പരിഷ്കരിച്ചപ്പോൾ അതിനകത്ത് തുല്യത എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവിടെ യൂണിഫോം പരിഷ്കരണം ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, മറ്റുള്ള ഏതൊരു വിഷയം, ഇപ്പോൾ തുല്യത എന്ന് പറയുന്നൊരു വിഷയം എവിടെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഇത് ഒരു 10 വിഷയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10ലും ഏതെങ്കിലും വിധേന ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവിടെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് അതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ആരാണ്? അത് ഏത് മതവിഭാഗമാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതൊരു ഒരു ഇമ്പോർട്ടൻസ് ആയി വന്ന് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ നയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥ. അപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്ന് പറയുമ്പോൾ അതൊരു നവോത്ഥാനത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ട് കാണിക്കാനും അത് ഉയർത്തി വെക്കാനും കാണിക്കുന്ന സർക്കാരിന് ഒരു തുല്യതയുടെ വിഷയം വരുമ്പോൾ അതിനകത്ത് ആ രീതിയിലൊരു ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അത് ആരിഫിനകത്തൊരു പ്രധാന പ്രശ്നമായി മറ്റുള്ളവർ ആരോപിക്കുന്നത് ഡെമോഗ്രഫിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇന്ത്യയിലെ മറ്റു ഇതര സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ ജനകീയാസൂത്രണം ഫലപ്രദമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ വന്നാൽ എന്താണ് പ്രശ്നം? ഇവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ എന്നൊരു ചോദ്യമാണ് അവിടെ പ്രധാനമായും തിരിച്ചുന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ പ്രധാനമന്ത്രിയായാലും എന്താ കുഴപ്പം? മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടുത്തെ ഒരു ചീഫ് മിനിസ്റ്റർ ആയാലും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ മറ്റാർക്കും അവസരം കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ലഭിക്കാത്ത രീതിയിൽ ഇത് ഒരു സ്ക്യൂ ചെയ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ ഇതൊരു വശത്തേക്ക് അങ്ങ് മാറ്റപ്പെടുന്നു എന്നുള്ളൊരു ഒരു ഒരു ചിന്ത അതാണ് ഇവിടെ ഉടലെടുക്കുന്നത്. ഈ ചിന്ത എങ്ങനെയാണ് വരുന്നത്? ഇതാണ് നമ്മളെ ചോദ്യം. കാരണം ഇവിടെ ഒരു വശത്ത് ഞാൻ ഈ പറഞ്ഞ പോലുള്ള വിഷയങ്ങളിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സർക്കാർ വഴങ്ങുകയും ചെയ്യുക എന്ന് വരുമ്പോൾ ഈ പവറിലില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഇത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഇവർ പവറിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്ന ആളുകൾ ഇനി പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് പിന്നെ ഇവിടെ എന്ത് അവസരമാണ് ഉണ്ടാവുക എന്ന ചോദ്യം വരുന്നത്. ഒന്നത്. രണ്ട്, ഈ പറയുന്ന മുസ്ലിം ജനസംഖ്യ ഒരു ഭൂരിപക്ഷമായി അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്ന ഒരു നില വന്നാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും നല്ലൊരു മാതൃക ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ടോ എന്നതും കൂടി നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിക്കൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നത് സംബന്ധിച്ച് മികച്ച ഉദാഹരണം ഇന്ത്യ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൂ, ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമാണ്. ലോകത്തൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാൻ കഴിയുന്നത് പോലെ ഇന്ത്യയിലായതുകൊണ്ടാണ്. അത് കേരളത്തിലായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരും. അങ്ങനെ മാത്രമൊന്നുമല്ല. കാരണം കേരളത്തിൽ ഇങ്ങനെ ആയതിൻ്റെ കാരണം അത് ഇന്ത്യയിലായതുകൊണ്ടും അത് നമ്മൾ മലയാളികൾ എന്ന നിലയ്ക്ക് നമ്മൾ ആ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടതും കൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ അത് ഉൾക്കൊള്ളാതിരിക്കുന്നതും അതിന് വിലങ്ങുതടിയായിരിക്കുന്നതും ആ ഫാക്ടേഴ്സ് പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ പ്ലേ ചെയ്യുന്ന എന്താണ്? ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയമാണ്. അതാണ് അതിന് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭൂരിപക്ഷം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അത് ലോകത്ത് തന്നെ നമ്മൾ കാണുന്ന കാര്യമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. ഇപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റി നേരിടുന്നു. ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കൾ നേരിട്ടത്, പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അഹമ്മദിയ വിഭാഗം മുസ്ലിങ്ങളിൽ തന്നെ പെട്ടിട്ടുള്ളതാണ്, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലുണ്ടോ അവർ നേരിടുന്ന പ്രശ്നം എന്തെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ആശാവഹമായ കാര്യമല്ല. ഒന്നത്. ഇനി അത് തന്നെ ഇവിടെ ഉണ്ടാവണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടായിരുന്നല്ലോ. ആ സംഘടന ഇവിടെ ഒരു മിഷൻ 2047 എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റും വെച്ചിരുന്നല്ലോ. അതിനകത്ത് അവരെന്താ എഴുതി വെച്ചിട്ടുള്ളത്? അവിടെ അവർ കൃത്യമായിട്ട് പറയുന്നു, അതായത് നമ്മൾ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മുസ്ലിം ജനസംഖ്യ നമുക്ക് 25% അടുത്തേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ SC ST OBC ആ വിഭാഗത്തിലുള്ള ആളുകളെ നമ്മൾ കൂടെ നിർത്തണം. എന്നിട്ട് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് നമ്മുടെയും പ്രശ്നമാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളിലുള്ള വിഷയങ്ങൾ നമ്മൾ ഉയർത്തി കാണിച്ച് അതിൽ ഇരവാദം മുഴക്കി, ഇനി അങ്ങനെ വിഷയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സോൾവ് ആയിട്ടുള്ള വിഷയം പോലും ആണെങ്കിൽ പോലും നമ്മളത് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നിട്ട് നമ്മളത് പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് ഭരണത്തിൽ വരണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിക്കണം, എന്നിട്ട് അവിടെ ഖുർആൻ എടുത്ത് വെക്കണം, ശരിയ എടുത്ത് വെക്കണം. ഇതാണ് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് വന്നു കഴിയുമ്പോൾ പിന്നെ എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റി ശരിയ വെക്കണം എന്ന് പറയുമ്പോൾ ശരിയ പ്രകാരം എന്താണ് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ? അത് ദിമ്മിറ്റിയോടാണ്, ദിമ്മികളാവുക എന്നതാണ് അവിടുത്തെ വിഷയമായിട്ട് വരിക. എന്ന് വെച്ചാൽ അവിടെ ജിസിയ കൊടുത്ത് നിന്ദിക്കപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടി വരിക. ഇത് തന്നെയാണ് ഇസ്ലാം ആ ശരിയാൽ പറയുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു വശത്ത് എഴുതി വെക്കുകയും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ഇത് നമുക്ക് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇനി എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് നടക്കുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് പൊതുവെ ഇവിടെ വരാറുള്ളത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണ്? ഒരു മുസ്ലിം സമുദായം ഒരു മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 20% വരെയുള്ള ആളുകളാണ് ഈ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക ശരിയാണ് വലുത് അല്ലെങ്കിൽ ഇസ്ലാമാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ചിന്ത കൊണ്ട് തീവ്ര പ്യൂരിറ്റൻ ഇസ്ലാം ആയാലും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകളായാലൊക്കെ കൊണ്ടാണ് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20%-നുള്ളിലായിട്ട് വരും. എന്നുവെച്ചാൽ 80%-ലധികം ആളുകളും മുസ്ലിങ്ങളും ഇതൊന്നും സ്വപ്നം കാണാത്ത സാധാരണ അവരുടെ അന്നം കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരുടെ ഈ പറയുന്ന ലക്ഷ്യം, ഈ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന ലക്ഷ്യം ഡയറക്റ്റ്ലി അവരതിനോട് യോജിക്കുന്നൊന്നുമില്ല. അത് വസ്തുത തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന 20%-നടുത്തുള്ള ആളുകൾ അവർ വന്നുകൊണ്ട് ഈ പറയുന്ന വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് കണ്ടില്ലേ, നമ്മൾ വേട്ടയാടപ്പെടുകയാണ്, ഇത് നമ്മളാകെ പ്രശ്നത്തിലാണ്, ഇന്ത്യ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ കൊന്നുതള്ളിക്കൊണ്ടിരിക്കുകയും നമ്മളിവിടെ ജനോസൈഡ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങൾ ഇവിടെ ഇപ്പോൾ കുഴിയിലേക്ക് പോകും, നമുക്ക് പ്രാർത്ഥിക്കാൻ ബാങ്ക് വിളിക്കാൻ പോലും നമുക്കിവിടെ സൗകര്യം ഉണ്ടാവില്ല, നമുക്ക് കബറടക്കാൻ ഇവിടെ സൗകര്യം ഉണ്ടാവില്ല, യൂണിഫോം സിവിൽ കോഡ് വന്നാൽ നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ല എന്ന് വരെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളെ പിരികെട്ടും. അങ്ങനെ പിരികെട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ സൊല്യൂഷനായിട്ട് എന്നാ പറയുന്നത്, എന്താ സൊല്യൂഷൻ എന്ന് ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? നമ്മളുടെ കയ്യിലേക്ക് ഭരണം വരണം. ഇതാണ് അതിൻ്റെ ഉത്തരം. ഈ നമ്മളുടെ കയ്യിലേക്ക് ഭരണം വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, നിലവിലുള്ള
നിലവിലുള്ള ഭരണത്തെ നമ്മൾ പിടിക്കുക, രണ്ട് ഇതൊരു ശരിയ സിസ്റ്റമാക്കി മാറ്റുക. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ശരിയ ഫോർ UK, ശരിയ ഫോർ ജർമ്മനി, ശരിയ ഫോർ ഫ്രാൻസ്, ശരിയ ഫോർ കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗോളതലത്തിൽ ഇന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ആ ഒരു സ്ലോഗനാണത്. അതിലവർ ഉയർത്തി വെക്കുന്ന ഒരു ബാനർ തന്നെ എന്താണ്? സേ നോ ടു ഡെമോക്രസി, സേ യെസ് ടു ഇസ്ലാം എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന സാധനത്തെ കുഴിച്ചു മൂടിയിട്ട് പകരം വെക്കുന്ന സാധനമാണ് ഇസ്ലാം എന്നാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 20% വരുന്ന ആളുകൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി നേരിട്ട് എക്സ്ട്രീമിലേക്ക് കേരളത്തിലൊരു കോൺടെക്സ്റ്റിനെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നൊരു ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ഇതിങ്ങനെയാണ് തുടങ്ങുക. അതായത് ഈ പറയുന്ന മുസ്ലിം ജനസംഖ്യ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിൽ ആ കണക്കുകളിലേക്ക് ഞാൻ വരാം. പക്ഷേ ഈ ഒരു തുടക്കത്തിൽ തന്നെ ഇത് തന്നെയാണ് ജർമ്മനിയിൽ സംഭവിച്ചിട്ടുള്ളത്, ഇത് തന്നെയാണ് UK സംഭവിച്ചിട്ടുള്ളത്, ഇത് തന്നെയാണ് ഇപ്പോഴത്തെ US പോലും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സെയിം സംഗതി തന്നെയാണ്. ഇത് കേരളത്തിലും ഇത് തന്നെയാണ് നടക്കുക, ഇന്ത്യയിലും ഇത് തന്നെയാണ്. ഇതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. എഴുതി വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒപ്പിട്ട് തരാമെന്നാണ് ഞാൻ പറയുക. കാരണം ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഈ പാറ്റേൺ എവിടെ വേണമെങ്കിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇരവാദം മുഴക്കുക, അതിൻ്റെ പേരിൽ സാധാരണ മുസ്ലിങ്ങളെ വലയിലാക്കുക, അത് വെച്ചുകൊണ്ട് ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന സ്വപ്നം അവരിലേക്ക് അറിയാതെ അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക, അവരതിൻ്റെ കൂടെ നിർത്തുക. മുസ്ലിങ്ങൾ അറിയില്ല അവരെങ്ങനെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അതിലെ മണ്ടത്തരം, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും തിരിയാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിങ്ങളെ ഇവിടെ വഴിതിരിച്ചു വിട്ടത് ആരാണ്? അതായത് ഇവിടെ നിന്ന് ഒരു മുസ്ലിം പോലും പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ പോലും അത് കേൾക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ തയ്യാറല്ലായിരുന്നു. കാരണം അവർ കേട്ടിരുന്ന ആരെയാണ്? അവർ കേട്ടിരുന്ന SDP കേട്ടോണ്ടിരുന്നത്. അവർ കേട്ടോണ്ടിരുന്നത് സമസ്ത പറയുന്നതിനെയാണ്. കാരണം എന്താണ്? അവരുടെ കൂടെയാണ് ഇടതുപക്ഷവും മറ്റുള്ള പോക്കുകളും എല്ലാവരും കൂടി നിന്നിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കുമ്പോൾ ഇത് അതേ കേൾക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഗാസ പ്രശ്നം, അതിനകത്തുള്ള വസ്തുതകൾ ആർക്കെങ്കിലും കേൾക്കണം? ആർക്കും കേൾക്കണ്ടല്ലോ. അവർ കേൾക്കുന്നത് ആരുടെ വസ്തുതകളാണ്? അത് ഈ പറയുന്ന ഹമാസ് പറയുന്നതല്ലേ അവർക്ക് കേൾക്കണ്ടുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഇത് എക്സ്ട്രീം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനേ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്ന്, ഇപ്പോഴേ ഇത് പറഞ്ഞ് ഇതിന് തടയിടണം എന്നുള്ളത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ, ഒന്നും സംഭവിക്കില്ല, കുട്ടി ഇരുന്നോളൂ, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. ഇത് വരുമ്പോൾ നമ്മൾ കൈ നീട്ടി സ്വീകരിക്കുക, തലയും കൊണ്ട് പോകുമ്പോൾ അതങ്ങ് വെച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക, നിങ്ങൾ തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഓപ്ഷൻ പറ്റില്ല. കാരണം ഇത് പാറ്റേൺ ആണ്, നമ്മൾ തിരിച്ചറിയുന്നു, ഇതിലേക്കാണ് പോകുന്നത്. ഇനി ഇതിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ധാരണയുള്ള മുസ്ലിങ്ങൾ, ഈ പറയുന്ന മൗദൂദികളായാലും ഈ സലഫികളായാലും, ഇവരിത് കൊണ്ട് നടക്കുമ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ആശയമാണ്, അതായത് ജനസംഖ്യ വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് പെറ്റുകൂട്ടി മുസ്ലിങ്ങൾ എന്ന ആധിപത്യം പിടിക്കാൻ നോക്കുന്നുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശം ശരിയെന്നല്ലേ പറയുന്നത്? അതെ, അതായത് ഇപ്പോൾ പ്യൂർ റിസർച്ച് അതാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ ഇവിടെ പൊക്കിക്കൊണ്ട് നടന്നിരുന്നത്. ഇപ്പോൾ അവർ പൊക്കാറില്ല കേട്ടോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ഇത്ര നാൾ നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ ഇസ്ലാമിൻ്റെ തകർച്ചയെക്കുറിച്ചും അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, അപ്പോൾ പിന്നെ ആരിഫെ എങ്ങനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന മതം ഇസ്ലാമാകുന്നത് എന്ന് നമ്മളോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് പറയും, എവിടെയാണ് അതിൻ്റെ കണക്ക്, എവിടെയാണ് അതിൻ്റെ തെളിവെന്ന് ചോദിക്കുമ്പോൾ അവരൊരു ലിങ്ക് കൊണ്ടുവരും. ആ ലിങ്ക് ഏതാണ്? അത് പ്യൂർ റിസർച്ചിൻ്റെ ലിങ്കാണ്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്താണ്? ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ്. ഇതാണ് അതിൻ്റെ ടൈറ്റിൽ. ഇത് 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ, 10 വർഷത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പോപ്പുലേഷൻ റിലീജിയൻ വൈസ് ഗ്രോ ചെയ്തത് എന്നതിൻ്റെ ആഗോള കണക്കാണ്. ആ ആഗോള കണക്ക് അവർ പ്രസിദ്ധീകരിച്ച് 2012-13 കണ്ടാണ്. അതുകൂടാതെ 2015 അതിൻ്റെ അപ്ഡേറ്റ് വന്നു, 2021 വേറൊരു അപ്ഡേറ്റ് വന്നു. ഇങ്ങനെയൊക്കെ വരുന്നതിൽ എല്ലാത്തിലും ഒരേപോലെ പറയുന്ന കാര്യമാണ്, മുസ്ലിങ്ങളാണ് ഏറ്റവും വേഗത്തിൽ വളരുന്നത് എന്നതിനകത്തുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടൈറ്റിൽ ഇത് ഇടുമ്പോൾ, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കാരണങ്ങളാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഏതാണ് ഇതിൻ്റെ വളർച്ചയുടെ കാരണമെന്നും, രണ്ട്, ഇതിലേതാണ് കാരണമല്ലാത്തത് എന്നുമാണ് ഈ കാണിക്കുന്നത്. കാരണം ഏതാണ്? പെറ്റുകൂട്ടുന്നതാണ്. അതായത് മുസ്ലിങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനന നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിലാണ്. ഇത് എടുത്തു പറയുന്ന കാര്യമാണ്. മറ്റ് സമുദായം ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് 2025 ജൂൺ മാസത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വന്നിരിക്കുന്നത് 2010 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കാണ്. അതിൽ പറയുന്നതും ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നുള്ളതിന് നമ്മൾ എന്താ പച്ച മലയാളത്തിൽ പറയാം? ഇത് പെറ്റുകൂട്ടുന്നത് എന്ന് തന്നെയല്ല ഇതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് എന്ന് തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം. അതായത് ഒന്നാമത്തെ കാരണം ഈ പറയുന്ന പോപ്പുലേഷൻ ഡെമോഗ്രാഫിക്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.9 ആണ് അതിനകത്ത് പറയുന്നത്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ യങ് ഏജ് ഉള്ള ആളുകൾ, ഈ മുസ്ലിം സമുദായത്തിൽ അത് 24 വയസ്സാണ് സ്ത്രീകളുടെ ഏജ്, ആവറേജ് ഏജ് എന്ന് പറയുന്നത്. അതേസമയം മറ്റ് സമുദായങ്ങളിൽ അത് 33 ആണ്.
അപ്പോൾ ഈ ഒരു വ്യത്യാസം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കൂടുതൽ കുട്ടികളെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊരു മത്സരമാക്കിയെടുത്ത് മറ്റുള്ള മതങ്ങളും പെറ്റുകൂട്ടാൻ നോക്കിക്കഴിഞ്ഞത് ഒരിക്കലും കവർ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇത് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതും കൂടിയാണ് ഈ കണക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്താണ് കാരണമല്ലാത്തത്? കൺവേർഷൻ എന്ന് പറയുന്ന സംഗതി. 1% ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, 1% ആളുകൾ ഇസ്ലാമിനകത്തേക്ക് വരുന്നു. ഇതാണ് ഈ കണക്കിൽ പറയുന്നത്. അപ്പോൾ കൺവേർഷൻ കൊണ്ടല്ല ഇസ്ലാം വളരുന്നത്, പകരം കൃത്യമായിട്ട് നമുക്ക് കാണാം അത് പെറ്റുകൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം വളരുന്നത് എന്ന് ആഗോള പ്യൂർ റിസർച്ച്. ഇത് നമ്മൾ വിശ്വാസികളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിത് പറഞ്ഞ് അവർ ഈ കണക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ഇത് അവർക്ക് ഇപ്പോൾ തിരിച്ചടിയായി തുടങ്ങി. കാരണം ഇത് മതത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, ഇത് പ്രസവത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് എന്നുള്ളത് വരുന്നു. ഒന്നത് മാത്രമല്ല, പുറത്തേക്ക് പോകുന്നു. ഇനി ആഗോളതലത്തിൽ മതങ്ങൾ ഭരിച്ചിട്ടുള്ള വളർച്ച അത് എടുത്തു നോക്കുകയാണെങ്കിൽ 2 വിഭാഗങ്ങളിലാണ് വളർച്ച പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് ഇത് ഇസ്ലാം മതത്തിലാണ്. 1.8% ഈ പറയുന്ന 10 വർഷത്തിൻ്റെ ഇടയിൽ വർദ്ധിച്ചത്. 376 മില്യൺ മുസ്ലിങ്ങളാണ് ഈ പറഞ്ഞ 10 വർഷത്തിനുള്ളിൽ വർദ്ധിച്ചത്. ലോകത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. കേരളം ഇതിൽ പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചോദിക്കേണ്ടുള്ളൂ. ഇനി ഇതിനകത്ത് മറ്റൊരു കൂട്ടം എന്ന് പറയുന്നത് മതമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഇന്നത്തെ ആഗോള പോപ്പുലേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 ക്വാർട്ടേഴ്സായിട്ട് നമുക്കിത് കാണാം. 1 ക്രിസ്ത്യാനികൾ, 2 മുസ്ലിങ്ങൾ, 3 മതമില്ലാത്ത ആളുകളാണ്. ഇതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ പ്രസവത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് വളർച്ചയും തളർച്ചയൊക്കെ നേരിടുന്നതെന്നുണ്ടെങ്കിൽ, ഈ മതമില്ലാത്ത ആളുകൾ അവിടെ നേരിടുന്നത് യഥാർത്ഥത്തിൽ ഈ മതത്തിൽ നിന്ന് ആശയപരമായിട്ടുള്ള വിടുതൽ കൊണ്ട് മാത്രമാണെന്നുള്ളത് കൂടി നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇത് ഒരു ആഗോള കണക്കായിരിക്കെ ഇത് പറയുന്ന ആളുകൾ വർഗീയത പറയുന്ന ആളുകളായിട്ട് മാറുമോ? ഈ കണക്ക് പറയുന്ന പ്യൂർ റിസർച്ച് വർഗീയവാദിയാവും. ഇത് പറയുന്ന ഇപ്പം ഞാൻ വർഗീയവാദിയാവും. അപ്പോൾ കണക്കുകളുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഞങ്ങൾ വലിയ സമുദായമാണ് എന്ന് മേനി നടിച്ചിരുന്ന ആളുകൾ ഇന്നത് തിരിച്ചു കടിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത്. സത്യത്തിൽ അതാണ് ഇവിടെ ഉണ്ടായത്. ഞങ്ങളിതേ വലിയ പോപ്പുലേഷനാണ്, ഞങ്ങളിതേ ഭയങ്കര വളർച്ച നേരിടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ പറയാൻ തുടങ്ങി, നിങ്ങൾ ഭയങ്കര വളർച്ച നേരിടുന്ന മതമാണല്ലോ എന്ന് പറയുമ്പോൾ അതേ അവൻ വർഗീയവാദി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നിങ്ങൾ പറഞ്ഞത് വേറൊരാൾ ഏറ്റു പറയുന്നു, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഉള്ളൂ എന്നതാണ് ഇവിടുത്തെ വിഷയം. അതിൻ്റെ പേരിൽ ഒരാൾ വർഗീയവാദിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റവാക്കി പറഞ്ഞാൽ നടേശൻ പറഞ്ഞ വിഷയങ്ങളുടെ വസ്തുത നമ്മൾ പരിശോധിക്കണം. കേരളത്തിൽ അങ്ങനെ ഉണ്ട്. അതിൻ്റെ പേരിൽ മലപ്പുറം ജില്ലയിലുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ നിർണയം അടക്കം ഇവിടെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ അധിക സീറ്റുകൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. തെക്കൻ ജില്ലകളിൽ അതിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ഇതും പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇത് നമുക്ക് നിഷേധിച്ചുകൊണ്ട് ഇത് പറയുന്ന ആളുകളെ മുഴുവൻ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട്, പ്രീണന രാഷ്ട്രീയം തുറന്നു കാണിക്കുന്ന ആളുകളെ മുഴുവൻ വർഗീയതയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ മതാധിപത്യമാണ് ജനാധിപത്യം അല്ല എന്ന് പറയുമ്പോൾ, അത് നിങ്ങൾ പറയുമ്പോൾ ആഹാ, മറ്റുള്ള ആൾ പറയുമ്പോൾ ഓഹോ എന്നാവുന്ന രീതി, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇത് ജനാധിപത്യമാണ്, അതുകൊണ്ട് എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ആ പറയുന്നതിൽ ശരിയോ തെറ്റോ, എന്താണ് ആ തെറ്റ് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. അത് പറയുന്നില്ല. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു നാടകം. അതാണ്, അതിനോട് നമുക്ക് യോജിപ്പില്ല. ഇത് തുറന്ന് കാണാനുള്ള അവസരം ഇന്ന് ലോകത്തുണ്ട്, അത് നമ്മൾ കാണും. തീർച്ചയായിട്ടും. എന്തായാലും അരിഫിന്റെ വാദം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയൊരു പ്രസ്താവന, ഇവരൊക്കെ ആധിപത്യം വന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സ്കൂളിൽ പോകാത്ത തലയെക്കെട്ട് കെട്ടിയ ആളുകളൊക്കെ നാളെ കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് അദ്ദേഹം ഒരു ചെറിയ വാചകത്തിൽ അതിൽ ഞാൻ പറയുന്നത് ഇതിന് പോംവഴി എന്താണെന്നും കൂടി പറയണല്ലോ. ഞാൻ പറഞ്ഞു, ഇത് പെറ്റുകൂട്ടിക്കൊണ്ട് നിങ്ങൾക്കിത് മത്സരമാക്കിയെടുത്ത് ഇതിനെ തോൽപ്പിക്കാനാവില്ല. എന്തായാലും ഇവിടുത്തെ ഭൂരിപക്ഷം വളരും. ഭൂരിപക്ഷം മതമായിട്ട് ഇസ്ലാം വളരും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിനെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, ഇതിനെങ്ങനെ നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ചില ആളുകൾ പറയും വന്ധ്യംകരണമാണ് ഇതിൻ്റെ പോംവഴി. ഒരു തരത്തിലും അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും അല്ല ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുക. അത് കൂടുതൽ ഇത് രൂക്ഷമാക്കുകയും ഇതിൻ്റെ പേരിലുള്ള ഈ ഇരവാദം, വംശഹത്യ വാദങ്ങളൊക്കെ കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുക. അത്തരം സംഗതികളൊന്നും ഒരു കാരണവശാലും പറയാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് ചില പ്രായോഗികമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഇതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കൃത്യമായ ജോലി കണ്ടെത്താനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുക. വിദ്യാഭ്യാസത്തിലൂടെ ഒരു ഉന്നമനം ആ സമുദായത്തിലുണ്ടാക്കി സ്ത്രീകളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയാൽ ഈ പറയുന്ന സംഗതിയിൽ ഈ ജനന നിരക്ക് ഒരു കൺട്രോൾ ചെയ്യുന്നതിൽ വലിയ തോതിൽ കുറവ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വളരെ ഏർലി ആയിട്ടുള്ള മാരേജസ്, അതുപോലെ തന്നെ ഈ കുടുംബാസൂത്രണം സംബന്ധിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഈ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സമൂഹം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒന്നത്. 2,
എത്രയൊക്കെ മുസ്ലിങ്ങൾ ഇവിടെ വളർന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഞാൻ റഫായിട്ട് പറഞ്ഞാൽ 4 മുസ്ലിങ്ങളെ നിങ്ങളെടുത്ത് അതിൽ ഒരെണ്ണം എക്സ് മുസ്ലിമാണ്. ഇന്നത്തെ ഒരു റഫായിട്ടുള്ളൊരു കാൽക്കുലേഷൻ പറഞ്ഞാൽ എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പടി. എന്ന് വെച്ചാൽ ബോധമുള്ള മുസ്ലിങ്ങൾ, എക്സ് മുസ്ലിം ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബോധമുള്ള മുസ്ലിം. ഇന്ത്യയിൽ ബോധമുള്ള മുസ്ലിം ആവുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ബോധമുള്ള ഒരു മുസ്ലിമാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിയോ ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായി മാറി അവിടെ ഒരു ചീഫ് മിനിസ്റ്ററോ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് ഭയക്കേണ്ടത്? അതേസമയം മദ്രസയെ പഠിച്ചിട്ട് സൂംബയെ എതിർക്കുന്ന, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഹാൽ ഇളകുന്ന, അല്ലെങ്കിൽ ഇതേപോലെ ഒരു തുല്യത എന്ന് പറയുന്ന സങ്കല്പം പറയുമ്പോൾ അത് ഞമ്മക്ക് ഹറാമാണെന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി ആവണത് എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണോ നമ്മൾ കാവിധാരികളായ ആളുകൾ ഇവിടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ എതിർക്കുന്നത്, അതേ എതിർപ്പ് ഈ വിഷയത്തിലും കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അത് വെറും ഇരട്ടത്താപ്പാണെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഒരു കാവിധാരിയായ ഒരാൾ നടന്നു പോകുമ്പോൾ അയ്യേ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതിൽ നിങ്ങൾക്ക് അത് ഒരു നവോത്ഥാനത്തിൻ്റെ ശബ്ദമായിട്ട് ആ അയ്യേ മാറുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു. അതേസമയം തലക്കെട്ടും കെട്ടി മൂശാന്താടിയും വെച്ച് ആടിനെ പോലെ നടക്കുന്ന ഒരാൾ വന്നിട്ട് ഇതേ കസേരയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കാണിച്ചിട്ട് അയ്യേ എന്ന് പറഞ്ഞാൽ ഉടനെ അത് വർഗീയമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിപ്പില്ല. രണ്ടും അയ്യേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മതം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുക, അതും അല്ലെങ്കിൽ ബോധമുണ്ടാവുക, ഈ പറയുന്ന സംഗതികൾക്ക് വഴിവെക്കുന്ന പണികളാണ് നമ്മൾ എടുക്കേണ്ടത്. എഡ്യൂക്കേഷനാണ് പ്രധാനം. ഒപ്പം തന്നെ ഈ മതത്തിൻ്റെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്ക് ബോധ്യമാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തുല്യത എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ അത് ഈ മതം അതിനെ കൊല വിളിക്കുന്ന ഒരു മതമാണ് എന്നുള്ളൊരു ബോധം മുസ്ലിങ്ങൾക്കുണ്ടാവണം. ഏറ്റവും മിനിമം സ്ത്രീകൾക്കെങ്കിലും ഉണ്ടാവണം. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പലപ്പോഴും സ്ത്രീകളായിട്ട് പോലുമാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇവരാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ ഇരകൾ തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പോലും നമ്മൾ കാണുമ്പോൾ ഇത് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടത് എന്താണ്? ഇവിടുത്തെ ജനങ്ങൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നുള്ള രീതിയിലുള്ള ആളുകൾ, പറയാൻ സാധിക്കുന്ന ആളുകൾ പറ്റാവുന്ന സമയങ്ങളിൽ നമ്മളൊന്നും പറയുന്നത്ര രൂക്ഷമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു മിനിമലായിട്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങൾ കുറേശ്ശെങ്കിലുമൊക്കെ പറയാൻ നമ്മളൊന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പണി എളുപ്പമാവും. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പേടിച്ച് നമ്മൾ ഈ വന്ധ്യംകരണം പോലെയുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ ഒഴിവാക്കി പ്രായോഗികമായിട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തിൽ അറിയിപ്പിന്റെ വാദം വ്യക്തമാണ്, ശക്തവുമാണ്. ഒരുപാട് നന്ദി സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.